മുൻഗണന കൊടുക്കും. ഒപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മറുവശത്ത് അതിനും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതും എല്ലാ കൗൺസിലേഴ്സിൻ്റെയും കൂടിയുള്ള കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് അവരോട് കൂടി ആലോചിച്ച് ലീഡർഷിപ്പ് DCC ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം. പേരിനൊപ്പം തന്നെ മറ്റ് രണ്ടുപേരുടെ പേര് കൂടെ സജീവമായി പരിഗണനയിലുണ്ടായിരുന്നു. അവർക്ക് അതൃപ്തി ഇല്ലാതെ തന്നെയായി ആണ് പേര് പ്രഖ്യാപിച്ചതെന്ന് കരുതുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ? അത് ലീഡർഷിപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ മുന്നിലേക്ക് 3 പേരുകൾ വന്നു. അതിൽ നിന്ന് അവർ എന്നെ സെലക്ട് ചെയ്തു. അതിൻ്റെ മാനദണ്ഡങ്ങളും അതിൻ്റെ കാര്യങ്ങളും അവരോടാണ് ചോദിക്കേണ്ടത്. തീർച്ചയായിട്ടും 2 പേരും അർഹതയുള്ളവർ തന്നെയാണ്. അതെ, 33 എന്ന മാജിക് നമ്പറുമായിട്ടാണ് നമ്മൾ കോർപ്പറേഷനിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം എന്തായാലും UDF ടീമിന് ഉണ്ട്. തൃശ്ശൂരിലെ നിയുക്ത മേയർ ഡോക്ടർ നിജി ജസ്റ്റിനാണ് പ്രതികരിച്ചത്.